കാര്യങ്ങൾ പറഞ്ഞു. ഇത് കയ്യോണ്ട് 100 റുപ്യ തരുന്നു, കത്തമ്മയ്ക്ക് 50 റുപ്യ, കൈ നോക്കി 100 റുപ്യ, 50 റുപ്യ ഉള്ളല്ലോ, 50 റുപ്യ നോക്കിയില്ല, 50 റുപ്യ വേവിക്കല്. ശ്രീകൃഷ്ണനാണ് കിട്ടിയതൊക്കെ നല്ലതാ. ഐശ്വര്യമുള്ള ഒരാളാ, ബുദ്ധിയും തോതുള്ള ഒരാളാ, ആരൊക്കെ ഗുണം ചെയ്യും നിങ്ങള്. അവസാനം ചീത്തക്കാരാണ്. വീട്ടിലേക്ക് ഇന്ദിരാഗാന്ധി ഭർത്താവിനെ എവിടെയും കൊണ്ടുവയ്ക്കാം, നിങ്ങളെന്നെ എവിടെയും കൊണ്ടുവച്ചൂടാ. ഭർത്താവിൻ്റെ ഒരു ബുദ്ധിയുണ്ട്, കണ്ടേടുണ്ട്, കഴിവുകളുണ്ടെന്ന് ആൾക്കാർ പറയുന്നു. ചോരബന്ധം ആലോചിക്കുക, സ്നേഹബന്ധം കൂടുതലാണ്. ഒരു ഭാഗം ക്ഷീണിച്ച് പോയ നോക്കി രക്ഷിക്കുന്ന ആൾക്കാരില്ല. പണ്ടത്തെ ജീവിതമല്ല, പുതിയ ജീവിതം പുതിയ നടപടിയാണ്. ഭർത്താവിൻ്റെ കുടുംബത്തേക്ക് എന്ത് ചെയ്താലും കുറ്റക്കാർത്തിയാണ്. അവരുടെ കാര്യം അതിലേക്ക്, നിങ്ങളുടെ കാര്യം ഇണങ്ങി നിൽക്കുന്നവര് ഇണങ്ങാനൊക്കെ വരുന്നുണ്ട്. ചതിക്കാൻ വരുന്നവരാണ്, നല്ലതിന് വരുന്നവരല്ല. കാലദോഷങ്ങളൊക്കെ തീരും, കഷ്ടതകളൊക്കെ തീരും. മക്കൾ 3 ജനിക്കും, 2 കൊണ്ട് ഗുണം, ഒരു കുട്ടീനെ കൊണ്ട് നന്നാകും, ഒരു കുട്ടി ലോട്ടറാകും, നല്ല തടിച്ച് നന്നാവാൻ യോഗമുണ്ട്, ജോലി കിട്ടും, മക്കൾക്ക് ജോലിക്കാരാകും, അതിന് വിധിയുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ ജോലി കൊണ്ട് വലിയ ജോലി ഉണ്ടാ, ജോലിക്ക് സ്ഥാനമുണ്ട് നിങ്ങൾക്ക്, കിട്ടാത്തതിൻ്റെ കുറ്റമല്ല, ജോലിക്കൊക്കെ വിധിയുണ്ട്. ആണുങ്ങൾക്കൊക്കെ രക്ഷണം പെണ്ണായാലും. നിങ്ങളുടെ വീട്ടിൽ എന്തിനാ ആണുങ്ങൾ, നിങ്ങൾ മതിയുടെ കാര്യത്തിന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുടുംബത്തേക്ക് കളിക്കുട്ടിയാണ്, ഭർത്താവിനൊക്കെ കളിക്കുട്ടിയാണ്. അത് നന്നായി തെളിഞ്ഞ് ആരംഭത്തിലും അലങ്കാരത്തിലും തെളിയേണ്ട വിധി കൈരക്ഷത്തിൽ കിടക്കണം. ദോഷങ്ങളില്ല, തട്ടുമുട്ടുകളൊക്കെ തീരും, കാലദോഷങ്ങളൊക്കെ തീരും. എന്തെടുത്താലും കണ്ണും തോറും തെളിയില്ല. നാളെ പോവുകയാണെങ്കിൽ ഇന്നെ ഒരുങ്ങി നിൽക്കും, യാത്രയ്ക്ക് നല്ലോണം നിൽക്കും. രാജ്യങ്ങളൊക്കെ കണ്ട് എല്ലാ കഷ്ടതകളൊക്കെ തീർന്ന് കാണാത്ത രാജ്യം കൂടിയും കാണാൻ യോഗമുണ്ട് കേട്ടോ. ഇനി മോളെ നോക്കിച്ചേ.